എല്ലാവർക്കും റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഗെയിൻ സംസാരിക്കാൻ പോകുന്നത് ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പൊതുവിൽ വരുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് എ വുമൻ? സ്ത്രീ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ചോദ്യം സാധാരണ ചോദിച്ചിട്ട് ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അതുകൊണ്ട് ഇവരൊരു ഇൻകോഹറൻ്റ് ഐഡിയയിലാണ് വിശ്വസിക്കുന്നത്. ഇവരുടെ വാദം ഭയങ്കര മണ്ടത്തരമാണ്. ഈ ജെൻഡർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നുള്ള ചില ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് ഈ ശരിക്കും ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസും അവരുടെ അവകാശങ്ങളെ ഒരുമാതിരി നള്ളിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ചർച്ചകൾ പോകാറുണ്ട്. അപ്പം അത്തരം ചർച്ചകളിലൊക്കെ തന്നെ വളരെ പ്രബലമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഈ എന്താണ് വാട്ട് ഈസ് എ വുമൻ? വുമൻ എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റും? ഡിഫൈൻ വുമൻ, വാട്ട് ഈസ് എ വുമൻ? അപ്പോൾ ഈ ചോദ്യത്തിന് മാറ്റ് വാൾഷ്, ജോർഡൻ പീറ്റേഴ്സൺ അങ്ങനെയുള്ള കൃത്യമായി തന്നെ റൈറ്റ് വിങ് കൺസർവേറ്റീവ് മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് പറയാറുണ്ട്. ഞങ്ങൾക്ക് കൃത്യ ഉത്തരവുണ്ട്. വാട്ട് ഈസ് എ വുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിലാണ്. ഒരു അഡൾട്ടായിട്ടുള്ള ഹ്യൂമനായിട്ടുള്ള ഫീമെയിലാണ് വുമൻ എന്നത് നമുക്ക് കൃത്യമായ ഡെഫിനിഷനുണ്ട്. ഇവർക്കതില്ല. ഞങ്ങൾ ബയോളജിയിൽ വിശ്വസിക്കുന്ന, സയൻസിൽ വിശ്വസിക്കുന്ന കുറച്ച് നല്ല അടിപൊളി ആളുകളാണ്. ഈ ജെൻഡർ ഡൈവേഴ്സായ ആളുകളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങൾ വേണ്ടി സംസാരിക്കുന്നവർക്ക് ശാസ്ത്രം അറിയില്ല, അവർ വിഡ്ഢികളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ശ്രമിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ പല ആളുകൾ വന്നിട്ട് വിമൻ എന്ന് പറഞ്ഞാൽ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ, അത് ഒബ്വിയസ് കാര്യമാണ്. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആണ് വിമൻ, പിന്നെന്താണ് പ്രശ്നം എന്ന് അവർ വളരെ കൃത്യമായി ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചോദ്യം വരുന്നത് ഒരു ഫോൾസ് അസംഷനാണ്. അതായത് നമ്മൾ പൊതുവേ വുമൻ എന്നത് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിലുകളെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മേക്സ് എ വുമൻ എന്ന ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള ഒരു ഉത്തരം മാത്രമാണ്. ആക്ച്വലി ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആണോ വുമൻ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ അഥവാ AHF നമ്മൾ വിളിക്കാം. AHF എന്നത് ഒരു തിയറി ആയിട്ട് നമുക്ക് എടുക്കാം. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആണ് വുമൻ. ഇത് ശരിയാകണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. 2 കണ്ടീഷൻസ് ശരിയായാൽ മാത്രമേ ഇത് ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്നതാണ് വുമൻ എന്നത് ശരിയാകത്തുള്ളൂ. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വുമനായി പരിഗണിക്കുന്ന എല്ലാവരും അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസ് ആയിരിക്കണം. രണ്ടാമത്തേത്, നമ്മളിന്ന് മാനായി കാണുന്ന ഒരാൾ പോലും, അതിലൊരാൾ പോലും അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആവാൻ പാടില്ല. അതായത് ഒരൊറ്റ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ പോലും മാൻ എന്ന കാറ്റഗറി വരാൻ പാടില്ല. നമ്മളിന്ന് സമൂഹത്തിൽ വുമൻ എന്ന് കാണുന്ന എല്ലാവരും അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ശരിയായാൽ മാത്രമേ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു നിർവചനം ശരിയാകത്തുള്ളൂ. അങ്ങനെയാണോ നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു കണ്ടീഷൻസ് ശരിക്കും സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. ആൻഡ് ഇതിനു വേണ്ടി എക്സാമ്പിൾസ് വേണ്ടി നമ്മൾ ഒരിക്കലും ട്രാൻസ് വുമൻ, ട്രാൻസ് മാനെ എടുക്കുന്നില്ല. കാരണം ട്രാൻസ് വുമനെ, ട്രാൻസ് മാനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യായവൈകല്യമാണ്. കാരണം ഓൾറെഡി അവരെ തള്ളാൻ വേണ്ടിയാണ് ഈ നിർവചനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം അവരെയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളിത് ശരിയാക്കി കഴിഞ്ഞ് ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം മുമ്പോട്ട് വയ്ക്കാൻ ട്രാൻസ് വുമൻ, ട്രാൻസ് മാൻ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ എക്സാമ്പിൾസ് നമ്മൾ എടുക്കുന്നില്ല. അവരുടെ എക്സാമ്പിൾസ് എടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്കൊരു ഫീമെയിലിനെ മനസ്സിലാക്കുക? കാരണം അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആണ് വുമൻ എങ്കിൽ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് നമുക്കൊരു ഫീമെയിലിനെ മനസ്സിലാക്കാൻ പറ്റുക? എന്ത് വീക്ഷണം വെച്ചിട്ടാണ് നമുക്ക് ഫീമെയിൽ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം വരും. അപ്പോൾ പൊതുവിൽ ഈ ഫീമെയിൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ 3 വീക്ഷണങ്ങളാണുള്ളത്. ഒന്ന് ഗാമറ്റിക് വ്യൂ, 2 ക്രോമസോമൽ വ്യൂ, മൂന്നാമത്തേത് ഫിനോട്ടിപ്പിക് വ്യൂ. അപ്പോൾ നമുക്ക് ഓരോ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്രോമസോം വ്യൂ എന്താണെന്ന് നോക്കാം. ക്രോമസോമൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിമ്പിളാണ്. നിങ്ങളുടെ ശരീരത്തെ കോശങ്ങളിലുള്ള ക്രോമസോം വെച്ചിട്ട് ആണും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഈ വ്യൂ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും XX എന്ന ക്രോമസോം ഉള്ളതാണെങ്കിൽ നിങ്ങളൊരു ഫീമെയിലാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും XX അല്ലെങ്കിൽ നിങ്ങൾ മെയിലാണ്, അല്ലെങ്കിൽ XY ആണെങ്കിൽ നിങ്ങൾ മെയിലാണ്. സോ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലും XX എന്ന ക്രോമസോം ഉണ്ടായിരിക്കണം നിങ്ങൾ ഫീമെയിൽ ആയിരിക്കണമെങ്കിൽ. അങ്ങനെയുള്ളവരെല്ലാം ഫീമെയിലാണ്. അങ്ങനെയുള്ള അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസ് ആണ് വുമൻ എന്ന് വേണമെങ്കിൽ നമുക്ക്
പറഞ്ഞു പോകും. പക്ഷെ നമുക്ക് ഈ വ്യൂ എടുത്താൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ കറക്റ്റ്ലി XX ആൻഡ് XY ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. കണക്കുകൾ പ്രകാരം 1600 മനുഷ്യരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾ കറക്റ്റ് XX അല്ലെങ്കിൽ XY എന്നീ 2 കാറ്റഗറി പെടാത്ത മനുഷ്യരുണ്ട്. അവരുടെ ക്രോമസോം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ XXോ XYയോ അല്ല, ഇത് രണ്ടിലും പെടാത്ത മനുഷ്യരുണ്ട്. ഈ കണക്ക് ശരിയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ വെച്ചുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 8 ലക്ഷം മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ കേട്ടിട്ട്. അറ്റ്ലീസ്റ്റ് 8 ലക്ഷം മനുഷ്യരെങ്കിലും XX എന്നോ XY എന്നോ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ചിലവർ XO ആണ്, അതായത് X മാത്രമേ ഉള്ളൂ, മറ്റേ XOയും മറ്റേ ക്രോമസോം ഇല്ല, ആബ്സെൻ്റ് അല്ലെങ്കിൽ പാർഷ്യലാണ്. ചിലർ XXY ആണ്, ചിലർ XYY ആണ്, XXX ഉണ്ട്, XXXY ഉണ്ട്, XXY ഉണ്ട്, XYY ഉണ്ട്. ഇങ്ങനെ പല കണ്ടീഷനിലുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും നമുക്ക് കറക്റ്റ് XX ആൻഡ് XY എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മാത്രമല്ല ചില ആളുകളുടെ ശരീരത്തിലെ സെല്ലുകൾ, എല്ലാ സെല്ലുകളും XX അല്ല. ചില സെല്ലുകൾ XXും ചില സെല്ലുകൾ YY ആണ്. മൊസൈക്ക് കാരിയോടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു മനുഷ്യൻ്റെ ചില കോശങ്ങളിൽ XX ക്രോമസോമാണ്, ചില കോശങ്ങൾ XY ക്രോമസോമാണ്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്ന് വരും. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം. എന്തുകൊണ്ടാണ് ഈ ക്രോമസോമൽ വ്യൂ വെച്ചിട്ട് നമ്മൾ ഫീമെയിലിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോകുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ടേണർ സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫീമെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അവർക്ക് XX ക്രോമസോം ഇല്ല, അവരുടെ കോശത്തിൽ XX അല്ല ഉള്ളത്. ഒരു X ഉണ്ട്, രണ്ടാമത്തെ X ഒന്നുകിൽ മിസ്സിങ് ആണ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിരിക്കും. ഇവരെ ടേണർ സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവർ വുമനായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം ഫോട്ടോയിൽ കാണുന്നത് ലിൻഡ ഹണ്ട് എന്ന് പറയുന്ന സിനിമ നടിയാണ്. ഇവർക്ക് അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിൻ്റെ അവാർഡാണ്, നോട്ട് ദ പോയിൻ്റ്, ആക്ട്രസിൻ്റെ അവാർഡാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ആക്ടറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജെൻഡറിൻ്റെ സംഭവമല്ല, ആക്ട്രസ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ ക്രോമസോമൽ വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽ അല്ല. കാരണം ക്രോമസോമൽ വ്യൂ വെച്ചിട്ട് XX ഉള്ളവർ മാത്രമാണ് ഫീമെയിൽസ്. പക്ഷേ ക്രോമസോമൽ വ്യൂ വെച്ചിട്ട് ഇവർ ഫീമെയിൽ അല്ല. പക്ഷേ ഇവർ വുമനാണ്. സമൂഹത്തിൽ ഇവർ വുമനായിട്ടാണ് ജീവിക്കുന്നത്. ഇവർക്ക് സമൂഹം പതിച്ചു നൽകിയ ഐഡൻറ്റിറ്റി വുമനാണ്. ഇവർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വുമനാണ്. അപ്പം ദിസ് പേഴ്സൺ ഈസ് എ വുമൻ. ഇവരെ വുമൻ ആക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ വുമൻ ആയത് എന്നത് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്ന തിയറി പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി നമ്മൾ ക്രോമസോമൽ വ്യൂവിലൂടെ നോക്കുമ്പോൾ ഇവർ ഫീമെയിൽ അല്ല, ബട്ട് സ്റ്റിൽ ഇവർ വുമനാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് വുമൻ ആവുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം ഒരു ഉത്തരവില്ല. ടേണർ സിൻഡ്രോം ഉള്ള ഇങ്ങനത്തെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ, ഇത് ജസ്റ്റ് ഒരു ഫേമസ് സ്ത്രീയെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ. ഇതേമാതിരി തന്നെ വേറൊരു കണ്ടീഷനുണ്ട്, XX മെയിൽ എന്ന ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്രോമസോം നിങ്ങൾ എടുക്കുവാണെങ്കിൽ അവർ XX ആണ്. ഇവരുടെ കോശം എടുക്കുവാണെങ്കിൽ ഇവർ XX ക്രോമസോം ആണ്. പക്ഷേ ഇവർ സമൂഹത്തിൽ മാൻ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ക്രോമസോമൽ വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽസ് ആണ്. പക്ഷേ ഇവർ ഫീമെയിൽസ് ആണ് ക്രോമസോം വ്യൂ എങ്കിൽ കൂടി ഇവർ വുമൺ അല്ല, ഇവർ മാൻ ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷൻ തെറ്റുന്ന സംഭവങ്ങളാണ്. അതായത് നമുക്ക് ചില വുമൻ ഫീമെയിൽ അല്ല എന്ന് കിട്ടുകയാണ്, ചില മെൻ ഫീമെയിൽ ആണ് എന്നും കിട്ടുന്നുണ്ട്, ചില മെൻ ഫീമെയിൽ ആണെന്നും കിട്ടുന്നുണ്ട്, ചില വുമൺ ഫീമെയിൽ അല്ല എന്നും കിട്ടുന്നുണ്ട്. ഈ രണ്ട് കണ്ടീഷനിലും വിരുദ്ധമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇവരെ ഈ XX കണ്ടീഷനിലുള്ള ആളുകൾ ജനിക്കുമ്പോൾ ഇവർക്ക് അൺആംബിഗ്വസ് ജെനിറ്റീലിയ ഉണ്ട്. ഇവരുടെ ഐഡൻറ്റിറ്റി ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാൻ ആയിട്ടാണ്. സമൂഹം ഇവർക്ക് പതിച്ചു നൽകുന്നത് മാൻ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവർ മാൻ ആണ്. ബട്ട് എന്തുകൊണ്ട് ഇവർ മാൻ ആണ് എന്നത് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം പറഞ്ഞാൽ, അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി വെച്ചാൽ ഇവർ വുമനാണ്. പക്ഷേ ഇവർ സമൂഹത്തിൽ മാൻ ആയിട്ടാണ് ജീവിക്കുന്നത്. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെ മാനും വുമനും ആക്കുന്നത് ഈ അഡൾട്ട് ഹ്യൂമൻ തിയറി അല്ല, വേറെന്തോ ആണ്. സോ ഈ ക്രോമസോം വ്യൂയുടെ ഒരു പ്രശ്നമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇത് സ്വയർ സിൻഡ്രോം എന്നൊരു സംഭവമാണ്. ഇത് എന്താ പറയുന്നത്, ഇത്തരം മനുഷ്യരുടെ ബോഡി ടൈപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവർക്ക് അൺആംബിഗ്വസ് വജൈനയുള്ള ഒരുപാട് ആളുകളുണ്ട്. അൺആംബിഗ്വസ് വജൈന ആയിരിക്കും ഇവർക്കുള്ളത്. ഇവർ ജനിക്കുമ്പോൾ ഇവർക്ക് സമൂഹം പതിച്ചു നൽകുന്നത്
വുമൻ എന്നുള്ള ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വുമൻ ആയിട്ടായിരിക്കും. ഇവർ സമൂഹത്തിൽ ജീവിക്കുന്നത് വുമൻ ആയിട്ടായിരിക്കും. പക്ഷേ ഈ അഡൾട്ട് ഹ്യൂമൻ തിയറി, അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്ന തിയറി വെച്ച് നോക്കുമ്പോൾ ഇവർ വുമൻ അല്ല. കാരണം ദേ ആർ മെയിൽസ്. ക്രോമസോം വ്യൂ വെച്ച് നോക്കുമ്പോൾ XY ഉള്ളവരെല്ലാം മെയിൽസ് ആണ്. പക്ഷേ ഇവർ സമൂഹത്തിൽ വുമൻ ആയിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ വുമൻ ആവുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറിക്ക് പറ്റുന്നില്ല. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി അല്ലെങ്കിൽ തീസിസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവർ വുമൻ ആവേണ്ടവരല്ല, പക്ഷേ ഇവർ വുമൻ ആണ്. അപ്പം എഗെയിൻ നമുക്ക് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു നിർവചനം തെറ്റാണെന്ന് നമുക്ക് കിട്ടുകയാണ്. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് ഇവർ വുമൻ ആവുന്നതെന്ന് വിശദീകരിക്കാൻ ആ തിയറിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ക്രോമസോമൽ വ്യൂ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നമ്മൾ ചില വുമൻ ഫീമെയിൽസ് അല്ല എന്ന് കിട്ടുന്നു, ചില മെൻ ഫീമെയിൽസ് ആണെന്ന് കിട്ടുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നു. അപ്പോൾ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി ചെറുതായിട്ടൊന്ന് പൊളിയുകയാണ്, ചെറുതായിട്ട് അതിൻ്റെ അടിത്തറ നിളകുകയാണ്. നമ്മൾ ഇതുവരെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന സംഭവം അതിൻ്റെ ഫൗണ്ടേഷൻസ് ഇളകാൻ തുടങ്ങി. കാരണം ഇവിടെ നമ്മൾ ക്രോമസോം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ടല്ലോ. അവർ വുമൻ ആക്കുന്നത് ക്രോമസോം അല്ല, വുമനും മാനും ആക്കുന്നത് ക്രോമസോം അല്ല എന്ന ഉത്തരം കിട്ടുകയാണ് നമുക്ക് ഈ ക്രോമസോമൽ വ്യൂയിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വിചാരിക്കും ക്രോമസോമൽ വ്യൂയുടെ പ്രശ്നം, നമുക്ക് മറ്റ് വ്യൂസ് എടുത്ത് നോക്കാം, മറ്റ് വ്യൂ കൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റുന്നു. അടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഗാമറ്റിക് വ്യൂ ആണ്. അതായത് ഗാമറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസ്, അഥവാ പുനരുൽപാദനത്തിന് വേണ്ടി നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ. ഈ ഒരു വ്യൂ വെച്ചിട്ട് നമുക്ക് മെയിൽ ഫീമെയിലിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു വ്യൂ വെച്ചിട്ട് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൽ കൂടുതലും വലിപ്പക്കുറവും ഒരുപാട് ചലനശേഷിയുമുള്ള കോശങ്ങളുണ്ടാക്കുന്നവർ മെയിൽ. പിന്നെ നമ്മുടെ മനുഷ്യരിൽ സ്പേം ഉണ്ടാക്കുന്ന സ്പേം എന്നാണ് എണ്ണത്തിൽ വളരെയധികം എണ്ണത്തിൽ കൂടുതലായിരിക്കും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് വലിപ്പത്തിൽ ചെറുതായിരിക്കും, അത് ഒരുപാട് ചലനശേഷിയുള്ളതായിരിക്കും. അങ്ങനെയുള്ള കോശങ്ങളുണ്ടാക്കുന്നവർ മെയിൽസും, എന്നാൽ വലിപ്പം കൂടുതലും അധികം നമ്പർ ഇല്ലാത്ത, അതായത് എണ്ണത്തിൽ കുറവും എന്നാൽ ചലനശേഷി കുറവുമുള്ള കോശങ്ങളുണ്ടാക്കുന്നവരെ നമുക്ക് ഫീമെയിൽസ് എന്ന് പറയാം. ഓവം, സ്ത്രീകളിൽ ഓവം എന്ന് പറയുന്ന കോശങ്ങളാണ്. അപ്പോൾ ഓവം ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കോശങ്ങളുണ്ടാക്കുന്ന ജീവികളെ നമുക്ക് സ്ത്രീകളെന്നും ഫീമെയിലെന്നും മറ്റു തരത്തിലുള്ള സ്പേം പോലുള്ള കോശങ്ങളെ ഉണ്ടാക്കുന്നത് ആണാണ് എന്നൊരു വീക്ഷണം വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നം വരികയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്വയർ സിൻഡ്രോം ഉള്ള ആളുകൾ അവർ ഈ ഓവം ഉണ്ടാക്കുന്നില്ല. അവർക്ക് സ്ട്രീക്ക് ഗൊണാഡ് ആണുള്ളത് ഓവറിക്ക് പകരം. അതുകൊണ്ട് തന്നെ അവർ ഓവ അല്ലെങ്കിൽ ഓവം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും അവർ വുമനാണ്. സോ നമ്മൾ ഗാമേറ്റ് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽസ് അല്ല, ബട്ട് സ്റ്റിൽ ഇവർ വുമനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ തെറ്റി. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല ഇവരെന്തുകൊണ്ട് വുമനാണെന്ന്. അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം ഇവർ ഫീമെയിൽസ് അല്ല. കാരണം ഗാമേറ്റ്സ് ഉണ്ടാക്കുന്ന വീക്ഷണം വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽസ് അല്ല, പക്ഷേ സ്റ്റിൽ ഇവർ വുമനാണ്. സോ നമ്മുടെ കണ്ടീഷൻ തെറ്റുന്ന എക്സാമ്പിൾസ് കിട്ടുകയാണ്. മാത്രമല്ല ഗാമേറ്റ്സ് ഉണ്ടാക്കുന്നവർ മാത്രമേ വുമൻ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീമെയിൽ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റ്സ് ഉണ്ടാക്കാൻ ഉള്ള എബിലിറ്റി എടുത്തു കളയുന്ന സ്ത്രീകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ആപ്പിൾ ഗേറ്റ് എന്ന് പറയുന്ന ഒരു നാടിയാണ്. ഇവർ അവരുടെ ഓവറിയൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഗാമേറ്റ്സ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവർ ഗാമേറ്റ്സ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ ഗാമേറ്റിക് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽസ് അല്ല എന്ന് വരും, ഫീമെയിൽ അല്ല, പക്ഷേ സ്റ്റിൽ ഇവർ വുമനാണ്. സോ ഇറ്റ്സ് നോട്ട് ദി ഗാമേറ്റ് ദാറ്റ് മേക്സ് എ പേഴ്സൺ മാൻ ഓർ വുമൻ. ഇവർ വുമൻ തന്നെയാണ്, പക്ഷേ ഇവരുടെ ഗാമേറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നത് മാറ്റർ ചെയ്യുന്നില്ല. ഇവർ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഇവരെ വുമൻ ആക്കുന്നതിൽ നിന്ന് മാറ്റുന്നില്ല. സോ അഗെയിൻ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവരെ നമുക്ക് ഗാമേറ്റിക് വ്യൂ വെച്ചിട്ടും ഇവരെ ഫീമെയിൽ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരെ വുമൻ ആക്കുന്നത് എന്ന ചോദ്യത്തിന് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്ന തിയറിക്ക് വീണ്ടും ഉത്തരവില്ലാതാവുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം. ഇങ്ങനത്തെ ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ പല പല കണ്ടീഷൻസ് കാരണം ഈ ഗാമേറ്റ്സ് ഉണ്ടാക്കുന്ന ഓർഗൻസ് എടുത്തു കളയുന്ന സ്ത്രീകൾ. ഇത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ വേറെയും ചില സ്ത്രീകളുണ്ട്. അവർക്ക് ഓവറി ഉണ്ട്. നേരത്തെ ഞാൻ എടുത്തത് ഓവറി എടുത്തു കളഞ്ഞ ഒരു നടിയുടെ കാര്യമാണ്. മറ്റ് കണ്ടീഷൻസ് കാരണം ഓവറി ഉണ്ടായിട്ടും ഓവം ഉണ്ടാക്കാത്ത വുമൻ നമ്മുടെ ചുറ്റിനുണ്ട്. അവർക്ക് ഓവറി ഇല്ല, അവർക്ക് ഓവറി ഉണ്ട്, പക്ഷെ എന്നാലും അവർ ഓവം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അണ്ടം
അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ വിമനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എഗെയിൻ ഗ്യാമറ്റിക് വ്യൂ വെച്ച് നോക്കുമ്പോൾ അവർ ഫീമെയിൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസ് അല്ല. പക്ഷെ സ്റ്റിൽ അവർ വുമനാണ്. എന്തുകൊണ്ട് അവർ വുമനാണ് എന്ന ചോദ്യത്തിന് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറിക്ക് വീണ്ടും ഉത്തരം കിട്ടുന്നില്ല. സോ വീണ്ടും കുറച്ചും കൂടെ അടിത്തറ നമുക്ക് ക്രോമസോം വ്യൂ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് ഗ്യാമറ്റിക് വ്യൂ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെജോറിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതാണ് വുമനാക്കുന്നത് എന്ന് പറയുന്ന സംഭവം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന ഒരു കൺക്ലൂഷനാണ് നമുക്ക്. ഇതാണ് തെളിവുകൾ നമ്മളെ കാണിക്കുന്നത്. നമ്മളൊരു നിർവചനം വെച്ചിട്ട് നമ്മൾ തെളിവുകൾ പരിശോധിക്കുമ്പോൾ അതല്ല, നമ്മളെടുത്ത നിർവചനത്തിൽ പ്രശ്നമുണ്ട് എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മൂന്നാമത്തെ വ്യൂ എടുക്കാം, ഫിനോട്ടിപ്പിക് വ്യൂ. ഫിനോട്ടിപ്പിക് വ്യൂ പറയുന്നത് വിമൻ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള ആളാണ്. ലൈക്ക് ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോൺ ഹൈ ലെവലുണ്ടായിരിക്കും, അവർക്ക് വൾവ ഉണ്ടായിരിക്കും, വജൈന ഉണ്ടായിരിക്കും, ഓവറി ഉണ്ടായിരിക്കും, യൂട്രസ്, ബ്രസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെ ഉള്ള ആളുകളാണ് ഫീമെയിൽസ് ആവുന്നത്. അല്ലാത്തവരൊക്കെ ഫീമെയിൽസ് അല്ല എന്ന രീതിയിലായിരിക്കും ഈ ഒരു ഡിസ്റ്റിങ്ഷൻ. പക്ഷെ ഇതെടുത്താലും ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ക്രീനിലുള്ളത് ആഞ്ചലീന ജോളിയാണ്. ആഞ്ചലീന ജോളി അവരുടെ ബ്രസ്റ്റും യൂട്രസും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റും യൂട്രസും ഇല്ലാത്ത ഒരാൾ വുമനാണോ? ആണ്. കാരണം ആഞ്ചലീന ജോളി വുമനായിട്ട് തന്നെയാണ് ഇപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആഞ്ചലീന ജോളിയുടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വുമനായിട്ടാണ്, സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നത് വുമനായിട്ടാണ്. പക്ഷേ ഈ ഫിനോട്ടിപ്പിക് വ്യൂ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവർ ഫീമെയിൽ അല്ലാത്തതുകൊണ്ട് തന്നെ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ ആവില്ല, അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ അല്ലെങ്കിൽ വുമൻ ആവില്ല. സോ വൈ ആഞ്ചലീന ജോളി ഈസ് എ വുമൻ എന്ന ചോദ്യത്തിന് ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന നിർവചനത്തിന് ഉത്തരവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ ചില മെൻ അവർക്കിടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിലുള്ള ഓവർ ടെസ്റ്റിക്കുലർ ഡിഫറൻസസ് കാരണം അവരുടെ ബോഡിയിൽ ഓവറിയും ടെസ്റ്റിസും രണ്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറി ഉള്ളവരെല്ലാം വിമൻ ആണ് എന്നെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ മെന്നാണ്. അപ്പോൾ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം ഇങ്ങനെയുള്ള മെന്ന് എന്താണ്? ഫീമെയിൽസ് ആണ്, അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽസ് എന്നുകൊണ്ട് വുമൻ ആണ്. പക്ഷേ അവർ സമൂഹത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മെന്നാണ്, സമൂഹം പതിച്ചു നൽകുന്നത് മെന്നാണ്, അവർ ജീവിക്കുന്നത് മെന്നായിട്ടാണ്. സോ ദേ ആർ മെൻ. എഗെയിൻ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അവർ മെന്നാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറിക്ക് പറ്റുന്നില്ല. അതുപോലെ ഒരു സംഭവമാണ് MRKH എന്ന് പറയുള്ളൊരു കണ്ടീഷനുണ്ട്. മേയർ റോക്കിൻടാൻസ്കി കുസ്തർ ഹോസർ, ഇങ്ങനൊരു സിൻഡ്രോമുണ്ട്, ഇങ്ങനൊരു കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷനുള്ളവർക്ക് ഇങ്ങനെ കുട്ടികളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു കേസാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒന്നെങ്കിൽ യൂട്രസ് അല്ലെങ്കിൽ വജൈന ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒക്കെ അണ്ടർ ഡെവലപ്ഡോ അല്ലെങ്കിൽ ആബ്സെൻറ്റോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ സറോഗസി വഴിയൊക്കെ കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണിത്. അപ്പോൾ ഇവർ ഫീമെയിൽ ആണോ എന്നൊരു ചോദ്യമുണ്ട്. ഫിനോട്ടിപ്പിക് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീമെയിൽ അല്ല. ഫീമെയിൽ അല്ലെങ്കിൽ ഇവർ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിലും അല്ല, അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ അല്ലെങ്കിൽ ഇവർ വുമനും അല്ല. പക്ഷേ സമൂഹത്തിൽ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വുമനായിട്ടാണ്, ജീവിക്കുന്നത് വുമനായിട്ടാണ്. ആൻഡ് ഇവർ വുമനാണ്. ആൻഡ് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം ഇവരെന്തുകൊണ്ട് വുമനാന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു പറ്റം മനുഷ്യർ ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്നുള്ളൊരു തിയറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ എടുത്തു നോക്കിയാലും ഇവർ നമുക്ക് തള്ളി നീക്കേണ്ടി വരികയാണ്. അപ്പോൾ ചിലർക്ക് വേണമെങ്കിൽ പറയാം ഈ ഫിനോട്ടിപ്പിക്കൽ വ്യൂ ബേസിക്കലി അങ്ങനെ എല്ലാ ഓർഗനും വേണമെന്നില്ല, ചില ഓർഗൻ ചില ഒരു അനുപാതത്തിൽ മതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പുനർനിർവചിക്കാൻ പറ്റും. ചില ഓർഗനുകൾ മാത്രം മതി, ചില ഓർഗനുകൾ ഉണ്ടെങ്കിൽ അവർ വുമനാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർഗനുകൾ എന്ന് പറയേണ്ടി വരും. ഈ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഈ ഒരു 2 ഓർഗൻ മാത്രം മതി, അല്ലെങ്കിൽ ഈ ഒരു ഹോർമോൺ ലെവൽ മാത്രം മതി, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന വിമൻ സമൂഹത്തിൽ കാണിക്കാൻ പറ്റും. അപ്പം ഇവരെന്തുകൊണ്ട് വുമനായി എന്നത് അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ തിയറി പ്രകാരം ഈ ഫിനോട്ടിപ്പിക്കൽ വ്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത. സോ ബേസിക്കലി ദാറ്റ്സ് ദ പോയിന്റ്. അതായത് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്നൊരു വീക്ഷണം വെച്ചിട്ട് വുമൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞ 2 കണ്ടീഷൻസ് ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. എല്ലാ വുമനും ഫീമെയിൽ ആയിരിക്കണം എന്ന കണ്ടീഷൻ ബ്രേക്ക് ആവുന്നുണ്ട്. നമുക്ക് ഒരുപാട് എക്സെപ്ഷൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് നോ മെൻ ആർ ഫീമെയിൽ, അതായത് ഒരു മെന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാൾ പോലും ഫീമെയിൽ ആവാൻ പാടില്ല. ഇതിനും ഒരുപാട് എക്സെപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 കണ്ടീഷനും ഫെയിൽ ആവുന്നുണ്ട്. ഒരു കണ്ടീഷൻ മാത്രമല്ല ഫെയിൽ ആവുന്നത്, ഈ 2 കണ്ടീഷനും ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ തെളിവുകൾ
ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. തെളിവുകളുടെ ഇത്രയും ഒരു കൂമ്പാരം തന്നെ ഈ നിർവചനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അക്കാഡമി, ഈ ഫിലോസഫേഴ്സും നിങ്ങൾ പറയുന്ന ശാസ്ത്രജ്ഞരും വോക്ക് അക്കാഡമിയും ഒക്കെ ഈ ഒരു നിർവചനം തെറ്റാണ് എന്നത് മനസ്സിലാക്കാനുള്ള പ്രധാന കാരണം ശാസ്ത്രീയമായി തന്നെ വുമൻ ഇതാണ് എന്ന് നിർവചിക്കുന്നത് തെറ്റാണ്. കാരണം ദിസ് ഡസൻറ്റ് ഫിറ്റ് വിത്ത് റിയാലിറ്റി. നമ്മളുണ്ടാക്കിയ നിർവചനം തെറ്റാണ്. അതുകൊണ്ടാണ് ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്നത് ജസ്റ്റ് ഒരു കോമൺ സെൻസിക്കൽ വ്യൂ മാത്രമാണ്. അതൊരു സീരിയസ് നിർവചനമല്ല, അതല്ല ആക്ച്വൽ ഡെഫിനിഷൻ. അങ്ങനെയല്ല അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷനായിട്ട് കാണരുത് എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചില ഒബ്ജെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഒബ്ജെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സെപ്ഷൻ ഫാലസിയാണ്. ഈ മെനിനിസ്റ്റ് ആൻഡ് ആൽഫ മെയിൽസ് എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ വന്നിട്ട് ഇത് നിങ്ങൾ ഈ എക്സെപ്ഷൻസ് എടുത്ത് പറയുകയാണ്, ഇത് ലൈക്ക് നിങ്ങൾ എക്സെപ്ഷൻസ് എടുത്ത് ജനറലൈസ് ചെയ്യുന്നത്, ദിസ് ഈസ് എൻ എക്സെപ്ഷൻ ഫാലസി എന്നാണ്. ബേസിക്കലി ഇത് എക്സെപ്ഷൻ ഫാലസി അല്ല. ഇത് ഈ എക്സെപ്ഷൻ ഫാലസി എന്താണെന്ന് പോലും മനസ്സിലാവാത്ത ആളുകളാണത്. കാരണം ഈ എക്സെപ്ഷൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സെപ്ഷൻ എടുത്ത് ജനറലൈസ് ചെയ്യണം. ഇവിടെ ജനറലൈസ് അല്ല ചെയ്യുന്നത്. ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നിർവചനം കൊണ്ടുവന്നു, ദിസ് ഈസ് വാട്ട് വുമൻ ഈസ് എന്നൊരു നിർവചനം കൊണ്ടുവന്നു. ആ നിർവചനത്തിന് വിരുദ്ധമായിട്ടും വുമൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് നോട്ട് വാട്ട് മേക്സ് എ വുമൻ എന്നതാണ്. ഒരാളെ വുമൻ ആക്കുന്നത് നിങ്ങളുടെ നിർവചനമല്ല. ഇപ്പം ഞാൻ ഈ നേരത്തെ കാണിച്ച ലിൻഡ ഹണ്ട്, ജെനിഫർ ലോപ്പസ്, ആഞ്ചലീന ജോളി, ക്രിസ്റ്റ്യൻ ആപ്പിൾഗേറ്റ്, പിന്നെ കേസ് സ്റ്റഡീസ് കാണിച്ച മനുഷ്യർ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് വുമനും മാനും ആയത് എന്നത് നിങ്ങളുടെ നിർവചനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ. വൈ ദീസ് പീപ്പിൾ ആർ വുമൻ എന്നത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങളുടെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും വുമൻ അല്ലെങ്കിലും നമ്മളവർ വുമനായിട്ട് കാണുന്നുണ്ട്, എക്സെപ്ഷനലി ഇവരെല്ലാം നമ്മൾ വുമനായിട്ട് കാണുന്നുണ്ട് എന്നതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദെൻ യു ഹാവ് ടു കൺസീഡ് ദ ട്രാൻസ് വുമനെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രാൻസ് വുമൻ ആർ ഓൾസോ വുമൻ. ഈ നിർവചനം വെച്ചിട്ട് ട്രാൻസ് വുമൻ അല്ല, ബട്ട് ജസ്റ്റ് ലൈക്ക് ഹൗ അതർ പീപ്പിൾ ആർ വുമൻ, എക്സെപ്ഷണൽ കേസുകൾ എങ്ങനെ അവർ വുമൻ ആവുന്നുണ്ട് അതേമാതിരി തന്നെ ട്രാൻസ് വുമനും വുമൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടതാണ്. അപ്പം ട്രാൻസ് വുമൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ദർ ഇസ് നോ റൂം ഫോർ യു ടു ഡിബേറ്റ് ട്രാൻസ് വുമൻ ആണോ അല്ല എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിഞ്ഞാൽ യാതൊരു വഴി നിങ്ങൾക്ക് അവിടെ ഇല്ല. പിന്നെ അവർ പറയുന്നത് ഇത് അബ്നോർമാലിറ്റി ആൻഡ് ഡിസോർഡർ ആണ് എന്നതാണ്. ഒന്നാമത്തെ പോയിന്റ്, ഇത് അബ്നോർമാലിറ്റി ആണ് ഡിസോർഡർ ആണോ എന്നത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അബ്നോർമാലിറ്റി ആണ് ഡിസോർഡർ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അത് അബ്നോർമാലിറ്റിയോ ഡിസോർഡറോ ആണെങ്കിലും അല്ലെങ്കിലും അവർ വുമൻ ആണ് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. ദേ ആർ വുമൻ. ദീസ് പീപ്പിൾ ഐഡൻറ്റിഫൈ ആസ് വുമൻ. സമൂഹം അവർക്ക് കൊടുക്കുന്ന പദവിയും വുമൻ്റെ ആണ്. അപ്പോൾ അവർ വുമൻ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വുമൻ ആവുന്നത് എന്നതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് 5 വിരലുണ്ട്, എക്സെപ്ഷണൽ കേസുകളിൽ മനുഷ്യർക്ക് 6 വിരൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് 6 വിരലുണ്ടോ നമ്മൾ പറയാറില്ലല്ലോ. ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് 5 വിരലുണ്ടോ 6 വിരലുണ്ടോ എന്നല്ല, ഈ 6 വിരലുള്ളവരും മനുഷ്യരാണോ എന്നതാണ് ചോദ്യം. ആണ് എന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ 5 വിരൽ എന്ന സംഭവമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ 5 വിരലല്ല. 6 വിരലുള്ളവർക്ക് മനുഷ്യരാകാം, 7 വിരലുള്ളവർക്ക് മനുഷ്യരാകാം. സോ ഈ വിരലുകളുടെ എണ്ണം അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതേമാതിരി തന്നെ ഈ ക്രോമസോമോ ഈ ബ്രസ്റ്റോ യൂട്രസോ അല്ലെങ്കിൽ ഗ്യാമേറ്റ്സോ അല്ല വുമനെ വുമൻ ആക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടത്. ദിസ് ഈസ് നോട്ട് ദ തിങ് ദാറ്റ് മേക്സ് എ വുമൻ. ഒരു വുമനെ വുമൻ ആക്കുന്ന ഫീച്ചേഴ്സ് ഇതല്ല. നിങ്ങൾ കൊണ്ടുവന്ന നിർവചന പ്രകാരം ഇതിനൊക്കെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന വുമൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം വൈ ദോസ് പീപ്പിൾ ആർ വുമൻ എന്നതാണ്. സോ ക്ലിയർലി ഈ അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന നിർവചനം തെറ്റാണ് എന്നാണ് തെളിവുകൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ആളുകൾ എത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത. അല്ലാതെ ഇതെന്തോ ഒരു വോക്ക് കോൺസ്പിറസി തിയറി ആണെന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ പറയാറുണ്ട്. അത് എനിക്കൊന്നും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ വായനയില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ ഇതിന് ഒബ്ജക്ഷനായിട്ട് വേറെ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അപ്പം നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ കുറച്ച് മോട്ടിവേഷൻ നോക്കാം. എന്തുകൊണ്ട് ട്രാൻസ് വിമനെ വിമനായിട്ട് കാണണം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഇതുവരെ നമ്മൾ നോക്കിയത് ഈ ട്രാൻസ് വിമനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി അഡൾട്ട് ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്നൊരു സംഭവം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ ചെയ്യുന്നൊരു കലാപരിപാടിയാണ്. ഇനി നമുക്ക് എന്തുകൊണ്ട് ട്രാൻസ് വിമനെ വിമനായിട്ട് കാണണം എന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് സോഫി ഗ്രേസ് ചാപ്പൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറായിട്ട് തന്നെയുള്ള ഒരു ഫിലോസഫറാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു ആർഗ്യുമെൻറ്റ്, ഇതൊരു ആർഗ്യുമെൻറ്റ് ഫ്രം അനാലജിയാണ്.
ഈ ആർഗ്യുമെന്റ് ഫ്രം അനോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്റ്റീവ് പാരൻസ്, അതായത് ദത്തെടുത്ത് കുട്ടികളെ വളർത്തുന്ന പേരൻസ് എങ്ങനെയാണോ പേരൻസ് ആവുന്നത് അതേമാതിരി തന്നെയാണ് ട്രാൻസ് വുമൻ ആവുന്നത്. അതായത് ദത്തെടുത്ത് വളർത്തുന്ന പേരൻസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബയോളജിക്കൽ പേരൻസ് ഉണ്ട്, അഡോപ്റ്റീവ് പാരൻസ് ഉണ്ട്. അതായത് നമ്മുടെ കുട്ടികളും നമ്മളുമായിട്ട് 50% ജനിതകമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു റിലേഷൻ, ഒരു ബയോളജിക്കൽ റിലേഷൻ വഴി പേരൻ്റ് ആകുന്ന ആളുകളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുമായിട്ട് ബയോളജിക്കലി നമ്മളുമായിട്ട് DNA ചേരാത്ത മനുഷ്യരെ ദത്തെടുത്ത് വളർത്തി പേരൻസ് ആവുന്നവരുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ സമൂഹത്തിൽ പേരൻസ് എന്ന് തന്നെയാണ് കാണുന്നത്, മാതാപിതാക്കൾ എന്ന് തന്നെയാണ് നമ്മൾ ഇവരെ സമൂഹത്തിൽ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ അഡോപ്റ്റീവ് പേരൻസ് ആവുന്നത് അതേമാതിരി തന്നെയാണ് ട്രാൻസ് വുമൻ ആകുന്നത് എന്നാണ് സോഫി ഗ്രേസ് ചാപ്പൽ പറയുന്നത്. സോഫി ഗ്രേസ് ചാപ്പൽ അതിന് വയ്ക്കുന്ന അനാളജീസ് അല്ലെങ്കിൽ പറയുന്ന പോയിന്റ് വെച്ചാൽ, നിങ്ങളൊരു അഡോപ്റ്റീവ് പാരന്റിനെ കാണുമ്പം നിങ്ങളവിടെ പോയിട്ട് ബയോളജി, നിങ്ങൾ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ഓടും, നിങ്ങൾ റിയാലിറ്റിക്ക് വിരുദ്ധമായ യുദ്ധത്തിലാണ്, യു ആർ ഹാവിങ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് റിയാലിറ്റി, സയൻസ്, ബയോളജി, യു കനോട്ട് ഡിനോയ് ബയോളജി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ഈ അഡോപ്റ്റീവ് പാരൻസിനെ പേരൻസ് എന്ന് വിളിക്കാതിരിക്കുന്നത് മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, ഇത് അഡോപ്ഷനെ നിരാകരിക്കുന്ന ആളുകളുടെ ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് നമ്മൾ പറയാറില്ല. നമ്മൾ അഡോപ്ഷനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ സെക്കൻഡറി കാര്യമാണ്. അഡോപ്റ്റീവ് പാരൻസ് ആർ പാരൻസ്. അവർക്ക് ആ പാരൻറ്റിൻ്റെ എല്ലാ റെസ്പെക്റ്റും എല്ലാ പൊസിഷൻസും എല്ലാ പദവികളും കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു അഡോപ്റ്റീവ് പാരൻറ്റിനെ എടുത്ത് പോയിട്ട് ഞാനൊരു അഡോപ്റ്റീവ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, എന്നോട് നിങ്ങളെ പേരൻ്റ് എന്ന് അഭിസംബോധന ചെയ്യാൻ ഞാൻ റെഡിയല്ല, ഈ കുട്ടിയുടെ പേരൻ്റ് നിങ്ങളാണെന്ന് ഞാൻ അംഗീകരിക്കില്ല, അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്നത് എൻ്റെ മനുഷ്യാവകാശമാണ് എന്നൊന്നും പറയാറില്ല. നമ്മൾ പറയും അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് തെറ്റാണ്. അഡോപ്റ്റീവ് പാരൻസ് ആർ ഈക്വലി പാരൻറ്റ് ആസ് ബയോളജിക്കൽ പാരൻസ്. ബയോളജിക്കൽ പാരൻറ്റിൻ്റെ അത്ര തന്നെ സ്റ്റേറ്റസ് ഒരു അഡോപ്റ്റീവ് പാരൻ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറയാറ്. നമ്മൾ പറയാറില്ല ഈ അഡോപ്റ്റീവ് പാരൻസിൻ്റെ എക്സിസ്റ്റൻസ് ഒരിക്കലും ഒരു ബയോളജിക്കൽ പാരൻസിൻ്റെ എക്സിസ്റ്റൻസിനെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇല്ല, ബയോളജിക്കൽ പാരൻസിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാവുകയല്ല, ജസ്റ്റ് ബയോളജിക്കൽ പാരൻസിൻ്റെ എക്സിസ്റ്റൻസ് കുറച്ചും കൂടെ വിശാലമാവുകയാണ്. അതേമാതിരി ട്രാൻസ് വുമൻ ആണ് എന്ന് പറയുന്നത് വുമൻ ഇല്ലാതാവുന്നു, വുമൻ എന്നൊരു സംഭവം ഇല്ലാതാവുന്നില്ല, വുമൻഹുഡ് എന്ന് പറയുന്ന സംഭവം എക്സ്റ്റെൻഡ് ആവുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ അഡോപ്റ്റീവ് പാരൻസ് മറ്റ് പാരൻസിന് ത്രെട്ടാന്ന് പറയാറുണ്ടോ? ഇല്ല. അതേമാതിരി ട്രാൻസ് വുമൻ എന്നത് വുമന് ത്രെട്ടല്ല. നമ്മൾ ഈ അഡോപ്റ്റീവ് പേരൻസ് ഓൺലി സ്പേസസിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തോ ഇമ്മോറൽ കാര്യം ഉണ്ടെന്ന് നമ്മൾ കരുതാറുണ്ടോ? ഇല്ല. അപ്പം ട്രാൻസ് വുമൻ്റെ കാര്യത്തിൽ അത് കരുതേണ്ട കാര്യമില്ല. ഈ ട്രാൻസ് ആളുകൾ എന്തോ ഐഡിയോളജിയുടെ പ്രൊപ്പഗാൻഡയുടെ പിന്നിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അഡോപ്റ്റീവ് പാരൻസിൻ്റെ കാര്യത്തിൽ ഇത് പറയാറുണ്ടോ? ഒരാൾ അഡോപ്റ്റീവ് പാരൻസ് ആകുമ്പോൾ ഉടനെ നമ്മൾ ഇയാളെന്തോ ഐഡിയോളജിയുടെയോ പ്രൊപ്പഗാൻഡയുടെയോ കാരണം കൊണ്ടാണ് ഇയാളിത് പറയുന്നതെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, നമ്മൾ പറയാറില്ല. സോ അതേമാതിരി തന്നെ ട്രാൻസ് പീപ്പിൾ എന്തോ ഐഡിയോളജിയോ പ്രൊപ്പഗാൻഡയുടെ പുറകെ പോകുന്നതല്ല. അപ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് നമുക്ക് ഒരാളെ കാണുമ്പോൾ അയാൾ ബയോളജിക്കൽ പാരൻ്റ് ആണോ അഡോപ്റ്റീവ് പാരൻ്റ് ആണോ എന്ന് നമുക്ക് കണ്ട ഉടനെ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്ക് ചില വിസിബിൾ ക്ലൂസ് കിട്ടും. ആൻഡ് വിസിബിൾ ക്ലൂസ് ഇനഫ് ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് സാധാരണ നടക്കുന്നത്. ഒരു ദത്തെടുത്ത കുട്ടീനെ വളർത്തുന്ന പേരൻറ്റിൻ്റെ അവസ്ഥ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഉടനെ പോയി അങ്ങ് ചോദിക്കല്ലോ, നീ ദത്തെടുത്താണോ, നീ ശരിക്കും കൊച്ചിൻ്റെ അച്ഛനാണോ, ശരിക്കും നീ ബയോളജിക്കൽ പാരൻ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കണം. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ക്ലൂസ് കാണും, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ആ റീഡ് ചെയ്ത ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്യും. ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കില്ല, നമ്മളോട് ഇങ്ങോട്ട് പറയും, ഓക്കെ ഞാൻ അഡോപ്റ്റീവ് പാരൻ്റ് ആണ്. പക്ഷേ അഡോപ്റ്റീവ് പാരൻ്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുക, അതാണ് സംഭവം. അതാണ് ഒരു ബേസിക് മര്യാദ, ഒരു പബ്ലിക് കേർട്ടസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. സോഷ്യൽ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ദി ഇംപ്ലിസിറ്റ് സോഷ്യൽ കൺവെൻഷൻ ഈസ് ലൗഡ് ആൻഡ് ക്ലിയർ. യു ഡോണ്ട് ആസ്ക്, യു വെയിറ്റ് ടു ബി ടോൾഡ്. അതുമാതിരി തന്നെയാണ് ട്രാൻസ് വുമൻ ആണോ എന്നുള്ള കാര്യത്തിൽ. ഒരാൾ ട്രാൻസ് വുമൻ ആണോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലൂ കിട്ടിയെന്ന് വരില്ല. ബട്ട് യു ഗെറ്റ് ഇൻഫർമേഷൻ ആൻഡ് വൺസ് യു ആർ ടോൾഡ് യു റെസ്പെക്ട് ദാറ്റ്. അത്രേ ഉള്ളൂ. ഇതിനെ വേണമെങ്കിൽ അവർക്ക് പറയും ഫോൾസ് കമ്പാരിസൺ ആണെന്നൊക്കെ വേണമെങ്കിൽ വന്ന് മറുപടി പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ഫോൾസ് കമ്പാരിസൺ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഫോൾസ് കമ്പാരിസൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് അനോളജിയിലും ഒരു അഡോപ്റ്റീവ് പാരൻറ്റിനെ പേരൻ്റ് ആക്കുന്നത് പോലല്ല ട്രാൻസ് വുമനെ വുമൻ ആക്കുന്നത്. അതിൻ്റെ റെലവൻറ്റ് ഫീച്ചേഴ്സ്, റെലവൻറ്റ് ഡിഫറൻസസ്
ഇതാണ് റെലവൻറ്റ് ഡിഫറൻസസ്. മാത്രമല്ല ആ റെലവൻറ്റ് ഡിഫറൻസസ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഡിസനോളജി. അതായത് നിങ്ങൾ രണ്ട് സംഭവം ഫോൾസ് കമ്പാരിസൺ ആണെന്ന് പറയുമ്പോൾ അത് രണ്ട് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫോൾസ് കമ്പാരിസൺ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് ഫോൾസ് കമ്പാരിസൺ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ റെലവൻറ്റ് ഡിഫറൻസ് കാണിച്ചിട്ട് ആ റെലവൻറ്റ് ഡിഫറൻസ് എങ്ങനെയാണ് ഈ അനോളജിയെ ബ്രേക്ക് ചെയ്യുന്നത്, ഈ അനോളജിയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെ എങ്ങനെയാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത് എന്നുകൂടി കാണിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട്സ് ആണ് എന്ന് പറയുമ്പോൾ ഒരാളെന്ന് പറയാം ഫോൾസ് കമ്പാരിസൺ, ഓറഞ്ച് പുളിയാണ് ആപ്പിളിനും മധുരമാണ്. അപ്പോൾ ഇത് ഫോൾസ് കമ്പാരിസൺ ആവില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് രണ്ടും ഫ്രൂട്ട് ആണെന്നാണ്. അപ്പോൾ ഒന്നിന് പുളിയും ഒന്നിന് മധുരമാണ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ആണ്. പക്ഷേ ഈ ഡിഫറൻസ് ഇതെങ്ങനെ ഡിസനോളജി ആവുന്നത് എന്നത് പറയേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഫോൾസ് കമ്പാരിസൺ എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഇതിനെ ഡിസനലോഗസ് ആക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അത് മിക്കവാറും ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. ജസ്റ്റ് ഫോൾസ് കമ്പാരിസൺ എന്ന് പറഞ്ഞ് ആർഗ്യുമെൻ്റ് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്തത് എന്തുകൊണ്ട് ട്രാൻസ് വുമനെ വുമനായിട്ട് കാണണം എന്നുള്ളത് ഒരു ആർഗ്യുമെൻറ്റ് ഫ്രം മൊറാലിറ്റിയാണ്. സോ ഇത് ബേസിക്കലി ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് മോറലി റോങ് ആയിരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും റോങ് മേക്കിംഗ് ഫീച്ചർ ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ റോങ് മേക്കിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് എന്തെങ്കിലും ഹാം കോസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും പേഴ്സണൽ ഓട്ടോണമിയെ വയലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് അൺഫെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ ഡിയൻറ്റോളജി ഇങ്ങനെയുള്ള നമ്മുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എത്തിക്കൽ തിയറീസിന് വിരുദ്ധമായിട്ട് നിൽക്കണം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രാൻസ് വുമനെ വുമനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അതാർക്കും ഹാംഫുൾ ആവുന്നില്ല, ആരുടെയും പേഴ്സണൽ ഓട്ടോണമി വഹിക്കുന്ന ഒരു അൺഫെയർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ല, ആരുടെയും ഇൻഡിവിജ്വൽ റൈറ്റ്സ് വയലേറ്റ് ആവുന്നില്ല. സോ എന്ത് എത്തിക്കൽ തിയറി വെച്ചിട്ടാണിത് ഇമ്മോറൽ ആവുന്നതെന്ന് നമുക്ക് കാണാനുള്ളത്. സോ ഇറ്റ്സ് നോട്ട് ഇമ്മോറൽ. സോ ഫ്രം ആർഗ്യുമെൻറ്റ് ഫ്രം മൊറാലിറ്റി വെച്ച് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഈ ട്രാൻസ് വുമൻ ആണ് എന്നെടുക്കുന്ന പ്രാക്ടീസ് പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെയാണ്. ഈ നമ്മുടെ പോയിൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സയൻസിലൊരു നിർവചനം ഉണ്ടാക്കുന്നതും സൊസൈറ്റിയിലൊരു നിർവചനം ഉണ്ടാക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ സയൻസ് അല്ലെങ്കിൽ ബയോളജിയിൽ നമ്മളൊരു നിർവചനം ഉണ്ടാക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ ഓരോരോ ബോക്സിനകത്താക്കിയിട്ട് ആ ബോക്സിനെ കുറിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നിർവചനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിലൊരു നിർവചനമൊക്കെ പ്ലാനറ്റ് ഇതാണ്, സാറ്റലൈറ്റ് ഇതാണ്, അല്ലെങ്കിൽ ബയോളജി നമ്മൾ പറയുന്നത് സ്പീഷീസ് ഇതാണ്, ഓർഗാനിസം ഇതാണ്, ലിവിങ് തിങ് ഇതാണ്, നോൺ ലിവിങ് തിങ് ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നിർവചനം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ചില പാറ്റേൺസ് കാണുന്നുണ്ട്. ആ പാറ്റേൺസിന് ചുറ്റും നമ്മൾ ഓരോ ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്ത് ഇനി ആ ബോക്സിനകത്ത് ഇട്ട് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ആ ബോക്സിനകത്ത് ഇട്ട് നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുക. ആ ബോക്സിലിട്ട് നമ്മൾ പഠിക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നു ചിലപ്പോൾ ഈ രണ്ട് ബോക്സും വേറെ വേറെ സാധനങ്ങൾ, ഇത് ഒരേ സാധനമാണ്, നമുക്ക് ഒരേ ബോക്സിൽ തന്നെ ഇട്ട് പഠിക്കാൻ ചിലപ്പോൾ നമ്മളെത്തും. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ബോക്സിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ സയൻസ് ചെയ്യുന്നത്. സമൂഹത്തിൽ പക്ഷെ നമ്മളൊരു നിർവചനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില മൂല്യബോധങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഡെമോക്രസി, ലിബറലിസം, സോഷ്യൽ ജസ്റ്റിസ്, ഇങ്ങനെയുള്ള കുറേ ധാർമ്മിക മൂല്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ നിർവചനം ഉണ്ടാക്കുന്നത്. ഒരു ഫ്രൂട്ട്ഫുൾ മനുഷ്യർ തമ്മിലൊരു ഫ്രൂട്ട്ഫുൾ ഇൻറ്ററാക്ഷൻ ഉണ്ടാകണം, ഒരു നല്ല രീതിയിലുള്ള ഒരു സമൂഹം ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മൾ സമൂഹത്തിൽ നിർവചനങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത്തരം മൂല്യബോധങ്ങളും അത്തരം റീസണിങ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസ് വുമൻ എന്നത് ഒരു വുമൻ തന്നെ. കാരണം അവരെ വുമനായിട്ട് പരിഗണിക്കുമ്പോഴാണ് അവരുടെയും കൂടെ വെൽബീയിങ് കൂടുക ആൻഡ് സമൂഹത്തിൻ്റെ ഓവറോൾ വെൽബീയിങ്, ഓവറോൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ വരിക. അപ്പം ദിസ് ഈസ് ദ മോട്ടിവേഷൻ ഫോർ തിങ്കിങ് ട്രാൻസ് വുമൻ ആർ വുമൻ. അല്ലാതെ എന്തെങ്കിലും ഇങ്ങനത്തെ ഫ്ലോഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ഒബ്സർവേഷൻസ് അല്ല. നമ്മൾ നേരത്തെ കണ്ടു എന്തുകൊണ്ട് ഫ്ലോഡാണ്. ആ ബയോളജിക്കൽ ഒബ്സർവേഷൻസ് വെച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ നമുക്ക് വുമൻ എന്ന ആക്ച്വലി അവർ സമൂഹത്തിൽ വുമനായിട്ടാണ് ഇരിക്കുന്നത്, ജീവിക്കുന്നത്, അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വുമനായിട്ടാണ്. സമൂഹം അവർക്ക് പതിച്ചു നൽകുന്ന വുമൻ സ്റ്റേറ്റസ് ആണ്. പക്ഷേ അവർക്കെല്ലാം വുമൻ എന്ന പദവി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ബയോളജിക്കൽ ഡെഫിനിഷൻസ് വെച്ച് പോകുമ്പോൾ. പക്ഷേ നമ്മളത് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ മൂല്യബോധവും ധാർമ്മിക ബോധ്യവും ഒക്കെ കൊണ്ടുവന്നത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ നിർവചനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് തന്നെയാണ് ട്രാൻസ് വുമനിലേക്ക് വന്നത്. അതുകൊണ്ടാണ് വൈ ട്രാൻസ് വുമൻ ആർ വുമൻ എന്ന കാര്യത്തിൽ അക്കാഡമിക്ക് സംശയമില്ലാത്തത്. ബിക്കോസ് എത്തിക്കലി ദാറ്റ്സ് ദി ഒബ്വിയസ് തിങ് ടു ഡു. ഒരു ഒബ്വിയസ് തിങ് ആണത്. അവരെ വുമനായിട്ട് കാണുക എന്നത് ദാറ്റ്സ് ദി ബെയർ മിനിമം തിങ് ടു ഡു.
സോ അത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഈ കുറേ കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു, പക്ഷേ അതെനിക്കൊന്ന് ഒരു വലിയ വീഡിയോ ആവും. ഇനി അത് വേറൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ സ്പോർട്സ്, ഈ ടോയ്ലറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു.